തീയതി 2026 ഫെബ്രുവരി 6. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരള സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭവന പദ്ധതിയായ ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചാണ്. വീട് ഇല്ലാത്ത കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഒരു താമസ സ്ഥലം ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇത് കാരുണ്യ ഫിനാൻസ് മീഡിയ നിങ്ങളെ ചിന്തിപ്പിക്കാൻ തയ്യാറാക്കിയ ഒരു അവബോധ ഫിനാൻസ് വീഡിയോ ആണ്. 2. ലൈഫ് മിഷൻ പദ്ധതി കേരള സർക്കാർ ആരംഭിച്ചത് വീടും ഭൂമിയും ഇല്ലാത്ത നിർധന കുടുംബങ്ങളെ സംരക്ഷിക്കാനാണ്. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഗ്രാമ മേഖലയും നഗര മേഖലയുമെന്ന വ്യത്യാസമില്ലാതെ അർഹരായ എല്ലാവർക്കും പദ്ധതി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. 3. ലൈഫ് മിഷൻ പദ്ധതിക്ക് പ്രധാനമായും 3 ഘടകങ്ങളുണ്ട്. 1. ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് ഭൂമിയോടെ വീട്. 2. ഭൂമി ഉള്ളവർക്ക് വീട് നിർമ്മാണ സഹായം. 3. നഗര പ്രദേശങ്ങളിൽ ഫ്ലാറ്റ് പദ്ധതികൾ. 4. അർഹത മാനദണ്ഡങ്ങൾ വളരെ പ്രധാനമാണ്. സ്വന്തമായി താമസിക്കാൻ വീട് ഇല്ലാത്ത കുടുംബങ്ങൾ വാർഷിക വരുമാനം സർക്കാർ നിശ്ചയിച്ച പരിധിക്കുള്ളിൽ ആയിരിക്കണം. മുൻപ് സർക്കാർ ഭവന സഹായം ലഭിച്ചിട്ടില്ലാത്തവർ, പട്ടികജാതി പട്ടികവർഗം, മത്സ്യത്തൊഴിലാളികൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, പ്രവാസി കുടുംബങ്ങളിൽ നിർധന വിഭാഗങ്ങൾ എന്നിവർക്കാണ് മുൻഗണന. 5. അപേക്ഷയ്ക്കായി ആവശ്യമായ പ്രധാന രേഖകൾ: ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, വീടില്ല എന്ന സാക്ഷ്യപത്രം, ഭൂമി രേഖകൾ ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സർട്ടിഫിക്കറ്റ്. 6. അപേക്ഷ നൽകുന്ന രീതി: പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ട് അപേക്ഷ നൽകാം. വാർഡ് മെമ്പർ മുഖേന ലൈഫ് മിഷൻ സർവേ ലിസ്റ്റിൽ പേര് ഉൾപ്പെടുത്താം. സർവേ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപേക്ഷ നൽകിയാൽ ഫീൽഡ് വെരിഫിക്കേഷൻ നടക്കും. 7. ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ് എങ്ങനെ? പോയിന്റ് സിസ്റ്റം അടിസ്ഥാനമാക്കിയാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. വീട് ഇല്ലായ്മ, വരുമാന കുറവ്, കുടുംബ അവസ്ഥ, സാമൂഹിക വിഭാഗം എന്നിവ കണക്കിലെടുത്താണ് മുൻഗണന. 8. സഹായ തുക: ഭൂമിയുള്ളവർക്ക് വീട് നിർമ്മാണത്തിന് ഘട്ടം ഘട്ടമായി ധനസഹായം. ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് സർക്കാർ നിശ്ചയിക്കുന്ന പൂർണ്ണ പാക്കേജ് തുക നേരിട്ട് ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകും. 9. വീട് പണിയുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ: കുറഞ്ഞത് സർക്കാർ നിശ്ചയിച്ച ചതുരശ്ര അടിയിൽ വീട്. നിർമ്മാണ പുരോഗതി അനുസരിച്ച് പരിശോധന: നിശ്ചിത സമയത്തിനുള്ളിൽ പണി പൂർത്തിയാക്കണം. 10. സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ: പേര് ലിസ്റ്റിൽ വരാത്തത്, രേഖകൾ അപൂർണം, ഫണ്ട് വൈകുന്നത്, ഇടനിലക്കാരുടെ വാഗ്ദാനങ്ങൾ. ഇവയിൽ ആരും വഞ്ചിതരാകരുത്. 11. പരാതി നൽകാനുള്ള മാർഗങ്ങൾ: പഞ്ചായത്ത് ലൈഫ് മിഷൻ ഓഫീസിൽ, ജില്ലാ ലൈഫ് മിഷൻ ഓഫീസിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. ഔദ്യോഗിക ചാനലുകൾ മാത്രം ഉപയോഗിക്കുക. 12. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ലൈഫ് മിഷൻ വീട് കടമല്ല, ഒരു കുടുംബത്തിന്റെ ജീവിത സുരക്ഷയാണ്. വ്യാജ ഏജന്റുമാരെ വിശ്വസിക്കരുത്. പണം ചോദിച്ചാൽ ഉടൻ പരാതി നൽകണം. 13. സർക്കാർ ആനുകൂല്യങ്ങൾ ശരിയായി അറിയുന്നത് നമ്മുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കും. അതിനാലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുന്നത്. 14. ഇത് കാരുണ്യ ഫിനാൻസ് മീഡിയ. ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സർക്കാർ പദ്ധതികൾ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാമ്പത്തിക ചിന്ത വളർത്താൻ തയ്യാറാക്കിയ വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.